നീണ്ടുനിന്ന കേരളോത്സവം കാണുവാൻ 40,000-ഓളം പേർ എത്തിയതായി സംഘാടകർ കണക്കാക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ മലയാളിയുടേതായ ഒരു ജനകീയ ഉത്സവമാണിതെന്ന് കൺവീനർ പ്രദീപ് മേനോൻ അവകാശപ്പെട്ടു. 8ാമത്തെ തവണയാണ് കേരളോത്സവം സംഘടിപ്പിക്കുന്നത്. ഒമാന്റെ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ ഇന്ത്യയിൽ നിന്നും വരെ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ എല്ലാവിധത്തിലുള്ള പ്രതീക്ഷകൾ കാണാൻ ഓരോ ദിവസം ഓരോ കൊല്ലം കഴിയുമ്പോഴും ഞങ്ങളുടെ പ്രതീക്ഷകളെ കവിഞ്ഞ ഒരു തിരക്കാണ് ഞങ്ങൾക്കിവിടെ അനുഭവപ്പെടുന്നത്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കേരളത്തിന്റെ തനതായ കലകളെ ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ പ്രവാസിയായിട്ട് ജീവിക്കേണ്ടി വരുന്ന മലയാളികൾക്കും ഇവിടെ ഒരുക്കി കൊടുക്കുന്ന വേദി കൊടുക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിനൊപ്പം തന്നെ ഇതിന് കിട്ടുന്ന വലിയൊരു എമൗണ്ട് ഇതിന്റെ ഈ ഭാഗമായിട്ട് കേരളോത്സവത്തിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന എമൗണ്ടിന് വലിയൊരു ശതമാനം ഇവിടുത്തെ ഹ്യൂമാനിറ്റിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത്. കേരള വിങ്ങിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഈ എമൗണ്ട്. അപ്പൊ ഈ കേരളോത്സവം എന്ന് പറയുന്നത് ഒരു കലാപരിപാടി മാത്രമല്ല, ഇന്ന് കിട്ടുന്ന എമൗണ്ട് ഇവിടുത്തെ സാധാരണക്കാരായ മലയാളികൾക്ക് പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഗൾഫ് മേഖലയില് മലയാളികൾക്ക് വേണ്ടി മലയാളികളായി നടത്തപ്പെടുന്ന ഇത്ര വലിയ പരിപാടി കേരളോത്സവം മാത്രമേ ഉള്ളൂ ഞങ്ങൾ അവകാശപ്പെടുകയാണ്. കലാകേരളത്തിന്റെ കമനീയ കലാരൂപങ്ങൾ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള 12 മാസങ്ങളിലെ ആഘോഷങ്ങളിൽ അവതരിപ്പിക്കുന്ന കേരളീയം എന്ന നൃത്തശില്പം ജനശ്രദ്ധ പിടിച്ചുപറ്റി. പ്രവാസി മലയാളികളുടെ വരും തലമുറയ്ക്കും ഒമാനിലെ സ്വദേശികൾക്കും കേരളത്തിന്റെ പരമ്പരാഗതമായ കലകളും പൂജകളും പരിചയപ്പെടുത്തുക എന്നതാണ് കേരളോത്സവത്തിന്റെ ഒരു ലക്ഷ്യം. ഞങ്ങൾക്കിപ്പോ നാട്ടിലല്ലെങ്കിലും നാട്ടിൽ നിൽക്കുന്നതിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു ഫീലിംഗ് ആയിപ്പോ തോന്നുന്നത്. ഈ ഡാൻസും മോഹിനിയാട്ടം കുച്ചിപ്പുടി അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ പ്രവാസികൾക്ക് ഇവിടെ വന്നാല് നാടിന്റെ അത്രയ്ക്കും അറ്റ്മോസ്ഫിയർ അതൊന്നും കാണാൻ പറ്റില്ല. ശരിക്കും കാണാൻ പറ്റുന്ന നാട്ടിലെ കറക്റ്റ് കല മോഹിനിയാട്ടം കുച്ചിപ്പുടി ഭരതനാട്യം എല്ലാതും ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഇവിടെ പെർഫോം ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല നാട്ടിലത്തെ കേരളത്തിലെ ട്രഡീഷണൽ ഫുഡ് കപ്പ മീൻകറി അതുപോലത്തെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെറുചേന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആന നെറ്റിപ്പട്ട ഇട്ടിട്ടുള്ള ആന ഇതുപോലെ കൊട അതൊക്കെ ശരിക്കും പൂരത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൊച്ചുകുട്ടികൾ മുതൽ പ്രായം ചെന്ന ആൾക്കാർ വരെ വളരെ ആസ്വദിച്ച ഒരു ഉത്സവമായിരുന്നു മസ്കറ്റിലെ കേരളോത്സവം. ഈ കേരളോത്സവത്തിന് കൂടിയിട്ടും എല്ലാം കണ്ടുകൊണ്ട് വളരെ വളരെ സന്തോഷമായി. പാട്ടും കളിയെല്ലാം വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. എനിക്ക് മാപ്പിളപ്പാട്ടും വളരെ ഇഷ്ടമാണ്. എല്ലാ കളികളിലും ഞാൻ പങ്കു ചേർന്നിട്ടുണ്ട്. എല്ലാ ഇടത്തും ഞാൻ എല്ലാത്തിനും കൂടിയിട്ടുണ്ട്. എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ നിന്നും ഇവിടെ എത്തി ഒറ്റപ്പെട്ട് കഴിയുന്ന സാധാരണക്കാർ ഈ 8ാമത് കേരളോത്സവം വളരെ ആഹ്ലാദത്തോടെയാണ് ആഘോഷിച്ചത്. കേരളത്തിന് പോകേണ്ട ആവശ്യമില്ല. ഇവിടെയുണ്ട് ടൈമാണ്. തൃശ്ശൂർത്തിന് പോകേണ്ട ആവശ്യമില്ല. അടിപൊളി സന്തോഷിച്ചു. അടിപൊളി 3 ദിവസം അടിപൊളിയായിട്ട് ആഘോഷിച്ചു. കേരളോത്സവം മസ്കറ്റ്. ഞങ്ങളുടെ കേരളത്തിൽ നിന്ന് ഇവിടെ അകലെന്ന് താമസിക്കുന്നത് മറ്റു രാജ്യത്ത് ഞങ്ങളുടെ കേരളത്തെ കുറിച്ച് അറിയാനും എല്ലാ കലാരൂപങ്ങളും കാണാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ കേരളീയ കൂട്ടുകാരെയും നാട്ടിൽ നിന്നുള്ള കലാകാരന്മാരെ ഇവിടെ കാണുവാനും അവരുടെ പരിപാടികൾ ആസ്വദിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു.